ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വട്ടം കൂടി അടിമാലി, പള്ളിവാസൽ, വെള്ളത്തുവൽ പഞ്ചായത്തുകളിലെ ജനജീവിതം സ്തംഭിച്ചു. അടുത്ത നാളുകളിൽ എത്ര ദിവസമാണ് ഇങ്ങനെ ബന്ദായി, ഹർത്താലായി ജനം വിഷമിക്കുന്നത്? എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ടവർ കൃത്യമായി എടുക്കാത്തതിൻ്റെ പരിണതിയാണ് ഈ സംഭവങ്ങളെല്ലാം. ആരോടാണ് ഇത് പറയുക? ഇന്നത്തെ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ഡയസ് പുല്ലൻ. അദ്ദേഹം അതിജീവന പോരാട്ട വേദിയുടെ കൺവീനർ കൂടിയാണ്. സ്വാഗതം സാർ. വളരെ അശനിപാതം പോലെ, ഒരുപക്ഷെ ഇത്തിരി കൂടി ലളിതമായി പറഞ്ഞാൽ ഇടിവെട്ട് എന്ന പോലെയായിരുന്നു ഇന്നലെ ഒരു വാർത്ത ഹൈറേഞ്ചിലെ ജനം ശ്രവിച്ചത്. പ്രത്യേകിച്ച് അടിമാലി, മൂന്നാർ മേഖലയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നല്ലൊരു പങ്കാളുകൾ, അതുപോലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും മനസ്സിൽ വലിയ ആഘാതമേൽപ്പിച്ച ഒരു വിധിയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്ന് വേണം പറയാൻ. നെടുമംഗലം തൊട്ട് വാളറ വരെയുള്ള NH-85 ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. ഇത് സത്യത്തിൽ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ജനങ്ങളെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷമായി ബാധിക്കുന്ന ഒരു വിധി തന്നെയാണ്. ആ വിധിയുടെ പിന്നാമ്പുറ ചരിത്രങ്ങൾ കൂടി പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന്. എന്താണ് അതിജീവന പോരാട്ട വേദിക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ വിധി വനം വകുപ്പ് ആസൂത്രിതമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുത്തതാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഈ ദേശീയപാത മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ 96 നടക്കുന്ന സമയത്തും ഇതേപോലെ തടസ്സങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് ഈ 1932 ഈ റോഡിന് 100 അടി വീതി നിശ്ചയിച്ചുകൊണ്ട് ദിവാൻ ഇട്ട ഉത്തരവിൻ്റെയും അതിനുശേഷം 77 റീസർവേ നടന്നതിൻ്റെ റെക്കോർഡുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷം അന്നത്തെ പ്രിൻസിപ്പൽ CCF-നെ ഇരുത്തിക്കൊണ്ട് ഗവൺമെൻറ് 1996 കേരള ഗവൺമെൻറ് ഒരു ഉത്തരവിട്ടിരുന്നു. ഈ റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് 50 അടി ഇരുവശത്തേക്കും PWDക്ക് അവകാശപ്പെട്ടതാണെന്നും അതിൽ നിൽക്കുന്ന പാറ ഉൾപ്പെടെ വനം വകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും റോഡിൻ്റെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡ് പണി തടസ്സപ്പെടുത്തരുത്, ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം വനം വകുപ്പ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് 96 ഒരു ഉത്തരവിട്ടിരുന്നു. NH-49 ആണെന്ന്. NH-49 ചെറിയ കലുങ്കുകളൊക്കെ വൈഡൻ ചെയ്യുന്ന സമയത്ത് തടസ്സം ഉണ്ടാക്കിയപ്പോൾ ഗവൺമെൻറ്റിൽ ചർച്ച നടത്തിയാണ് അന്ന് 96 കേരള ഗവൺമെൻറ് ആ ഉത്തരവിട്ടത്. ആ ഉത്തരവിൻ്റെയും 1932 ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ റോഡ് വികസനം തടസ്സപ്പെടുത്തുന്ന ശ്രമം നടത്തിയപ്പോൾ കിരൺ സിജു എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെൻറ്റുകളുടെയും ഇതിൻ്റെ റീസർവേ നടന്നതിൻ്റെ റവന്യൂ റെക്കോർഡുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു 2024. ഈ റോഡിൻ്റെ ഇരുവശത്തേക്കും 50 അടി വീതി വീതം PWDയിൽ നിക്ഷിപ്തമാണെന്നും ഈ റോഡ് പണി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തരുത് എന്നും, അതുപോലെ ഈ വിധിയിൽ വിധിക്കെതിരായി എന്തെങ്കിലും തെളിവുകൾ വനം വകുപ്പിന് ഹാജരാക്കാനുണ്ടെങ്കിൽ അതിന് പുതിയ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാമെന്നും, ഈ വസ്തു സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ വനം വകുപ്പിന് റവന്യൂ വകുപ്പിനെ സമീപിക്കാമോ എന്നാണ് ആ കോടതി ഉത്തരവിൽ പറഞ്ഞത്. അത് ഇവിടെ നിന്നുള്ള LDFൻ്റെ എല്ലാ നേതാക്കളും മർച്ചൻസ് അസോസിയേഷനും വിവിധ സംഘടനകളും കൂടി ഈ വിഷയം വീണ്ടും തടസ്സപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി, അതുപോലെ വനംവകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി എല്ലാവരുമായിട്ട് LDF നേതാക്കൾ, ഇവിടുത്തെ MLA-മാർ, മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ കാണുകയും അന്ന് നടന്ന ചർച്ചയിൽ ചീഫ് സെക്രട്ടറിയെ ഈ കാര്യം ബോധ്യപ്പെടുത്തുവാനും ഈ വിധിക്കെതിരെ അപ്പീൽ പോകാതിരിക്കാനാണ് അന്ന് ഈ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടക്കണം. ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ഇത് അപ്പീൽ പോകാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് ഇവിടെ നിന്നുള്ള MLA-മാരും മന്ത്രി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും എല്ലാം ആവശ്യപ്പെട്ടത്.
അതനുസരിച്ച് ചീഫ് സെക്രട്ടറി വനം വകുപ്പ് സെക്രട്ടറിയായി ബന്ധപ്പെട്ട് ഇത് അപ്പീൽ പോകണമെങ്കിൽ വനം വകുപ്പിന് ഡയറക്റ്റ് അപ്പീൽ പോകാൻ കഴിയില്ല. ഇത് വനം വകുപ്പിനെയും PWD വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ അനുമതി ഉണ്ടെങ്കിലേ അപ്പീൽ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ചീഫ് സെക്രട്ടറി അത് അന്നൊരിക്കൽ ആ ചീഫ് സെക്രട്ടറിയുടെ അനുമതിക്ക് വേണ്ടി ഏറെ കാത്തിരിക്കുകയൊക്കെ ചെയ്തു. അത് ചീഫ് സെക്രട്ടറി ഇവരുമായി വിളിച്ച് ഗവൺമെന്റിന്റെ താല്പര്യം ഇതായതുകൊണ്ട് ഈ റോഡ് വികസനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അപ്പീൽ പോകരുതെന്ന് തത്വത്തിൽ തീരുമാനിച്ചു. 12 മീറ്റർ വീതിയിൽ ഈ റോഡ് വികസിപ്പിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കരുത് എന്ന് തത്വത്തിൽ തീരുമാനിക്കും. എങ്ങനെയാണ് ഈ 50 അടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇരുവശത്തേക്ക് 50 അടിയിൽ നിന്ന് പിന്നെ 12, അതായത് 6 മീറ്ററായി ചുരുങ്ങിയത്? 12 മീറ്റർ വീതിയിലാണ് ഈ റോഡ് പണിക്ക് NHAI അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതെ, 10 മീറ്റർ ടാറിങ്ങും അതിന് സൈഡ് ഓടയും 1 മീറ്റർ ഓടയും. അന്ന് നിരന്തരം സഞ്ചരിക്കുന്ന ആളാണല്ലോ ഈ നേര്യമംഗലം വാളറ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആൾ. ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അത്രയും വീതി ഉണ്ടെന്ന്? നമ്മുടെ ഇരുമ്പുപാലം മുതൽ ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്ന 2-ാം മൈൽ വരെ ഏകദേശം 10 മീറ്റർ ടാറിംഗ് ഉണ്ട്. അത് ശരിയാണ്. കാട്ടിലെ പ്രവർത്തനം ഇനി വാലി സൈഡിൽ ഇറക്കി നമ്മുടെ ഇവിടെ വാലി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുണ്ട്. എന്നിട്ട് മണ്ണ് ഫില്ല് ചെയ്തെടുത്താണ് ഈ അതെ 10 മീറ്റർ ടാറിങ്ങും 1 മീറ്റർ 2 സൈഡിലേക്കും ഓടയും കാര്യങ്ങളുമായിട്ട് 12 മീറ്റർ ഉണ്ടാവും എന്നാണ് അന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ? ഇപ്പൊ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതിന്റെ പിന്നിലെന്ന് അന്ന് അതിജീവന പോരാട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. കാരണം പൊതുവെ ജനങ്ങളുടെ ഹൃദയം, ജനങ്ങളുടെ അഭിപ്രായം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഒരുവിധം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ. പക്ഷെ നമ്മൾ ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യുമ്പോൾ, നമ്മൾ ഈ കോടതിയുടെ ഈ ഉത്തരവ് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു MN ജയേന്ദ്രൻ 65 years, ആ സൺ ഓഫ് നാരായണൻ നായർ ആണ് ഇതിന്റെ ഈ പരാതി നൽകിയിട്ടുള്ള ആളെന്നാണല്ലോ കാണുന്നത്. എന്തായിരിക്കും അതിന്റെ കാര്യം? അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ആണ്? അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹം അതുപോലെ പലവിധ ആനിമലിന്റെ പട്ടി, ആന, ഇങ്ങനെയുള്ള ആനിമലിന്റെ സംരക്ഷകനായി നിരവധി കേസുകൾ കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അതിനൊക്കെ കേസുകൾ കൊടുക്കുന്നതിന് അദ്ദേഹത്തെ സാമ്പത്തികമായി പലരും സഹായിക്കുന്നുണ്ടാവും. ഇപ്പം പട്ടിയെ കൊല്ലുന്നതിനെതിരെ കേസ് കൊടുക്കുമ്പോൾ ഈ പട്ടിക്ക് പേവിഷബാധയ്ക്ക് വാക്സിൻ കൊടുക്കുന്ന കമ്പനികൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടാവും ഇത്തരം കേസുകൾ പോകാൻ. വനം വകുപ്പിനെ സംബന്ധിച്ച് ആസൂത്രണം ചീഫ് സെക്രട്ടറി തന്നെ ഞങ്ങളോട് പറഞ്ഞത്, ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണല്ലോ, അദ്ദേഹം പറഞ്ഞത് ഇത് നിയമപരമായി നിങ്ങൾ ഈ 100 അടി വീതി ഉണ്ടെങ്കിലും നമ്മൾ അതേൽ സ്ട്രിക്റ്റായി പിടിക്കാതെ നമുക്കൊരു 12 മീറ്റർ വീതിയിൽ ഈ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വനം വകുപ്പിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പരിസ്ഥിതി സംഘടനകളുണ്ട്, അവരെ വെച്ച് കേസ് നടത്തും. നേരിട്ട് പറഞ്ഞതാണ്. വനം വകുപ്പിന്റെ കീഴിൽ പരിസ്ഥിതി സംഘടനകളുണ്ട് എന്ന് പറഞ്ഞാൽ വനവും പരിസ്ഥിതിയും എന്ന് പറയുന്നത് വളരെ റിലേറ്റഡ് ആണല്ലോ നമുക്ക്. അപ്പൊ അത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറി, ഈ ചീഫ് സെക്രട്ടറി തന്നെയാണോ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരായത്? അല്ലല്ല, ഈ ചീഫ് സെക്രട്ടറി പിന്നീട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ തൊട്ടു മുൻപ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി. ഈ അഫിഡേവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് വനം വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാലാണ്. ജ്യോതിലാൽ അഫിഡേവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് കൂടി വേണ്ടിയിട്ടാണ്. ചീഫ് സെക്രട്ടറിക്കും PWD സെക്രട്ടറിക്കും എല്ലാം വേണ്ടിയിട്ട് ആകെ ഹാജരായത് വനം വകുപ്പിന്റെ ഗവൺമെന്റ് പ്ലീഡർ നാഗരാജ് നാരായണനാണ്. അതുപോലെ വനം വകുപ്പിന്റെ പ്ലീഡറാണ് ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് ശരി, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത്തിരി പിന്നാമ്പുറ ചരിത്രത്തിലും കൂടി പോയിട്ട് തിരിച്ചു തന്നെ വരാം. ഇപ്പോൾ ഈ 1932 ദിവാന്റെ ഉത്തരവാണ് ഈ 50 മീറ്റർ അപ്പുറത്തേക്ക് പറയുന്നത്. ഈ 1932 ആയപ്പോഴേക്കും ഈ റോഡിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. 1935 നേര്യമംഗലം പാലത്തിന്റെ പണി തീർന്ന് റോഡ് ഓപ്പൺ ചെയ്തു. അതിനു മുമ്പേ തന്നെ ഈ ദിവാന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. കാരണം റോഡിന്റെ പണി നടക്കുകയാണ്. ഇന്നത്തെ പോലെ ഇത്ര വേഗത്തിൽ പണി നടക്കുകയല്ലോ. കാരണം മാൻ പവർ ഉപയോഗിച്ച് വേണമല്ലോ ചെയ്യാൻ, ഇല്ലേ? മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒട്ടേറെ നാളുകൾ എടുത്തു കാണണം ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണിയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഈ നമ്മൾ 1924 വെള്ളപ്പൊക്കത്തിൽ അതുവഴി ഉണ്ടായിരുന്ന, അതായത് കോതമംഗലത്ത് നിന്ന് മാങ്കുളം വഴി മൂന്നാറിൽ അതെ എത്തിക്കൊണ്ടിരുന്ന, അത് രാജപാതയാണെന്നാണല്ലോ പറയുന്നത്, അതെ ആ പാത ഇടിഞ്ഞു പോവുകയും ആ രാജപാത ഒടുവിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടാണ് ഈ പാത നിർമ്മിക്കുന്നത്. അതെ അപ്പോൾ അങ്ങനെ നിർമ്മാണം വരുമ്പോൾ അന്ന് തന്നെ 1932 തന്നെ ഈ ഭൂമി റവന്യൂവിന് കൈമാറി കഴിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. ഉം. അല്ലെങ്കിൽ അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ലല്ലോ. കഴിയില്ല. കാരണം ഈ റോഡിന്റെ ബാക്കി വാളർ കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന പ്രദേശത്തെല്ലാം 30 മീറ്റർ വീതി ഉണ്ടല്ലോ. ആ വീതി കഴിഞ്ഞിട്ട് ഈ പട്ടയ സ്ഥലം ഉള്ളൂ, പട്ടയം ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള അടിമാലി ടൗണിൽ തന്നെ നമുക്ക് കാണാലോ, ഈ 20-21 മീറ്ററോളം വീതി ഇപ്പൊ തന്നെ ഉണ്ട് റോഡിന്. അപ്പൊ ഈ പരാതി കോടതിയിൽ കൊടുക്കുന്നവരുടെ അഭിപ്രായം എന്താണ്? ഈ നേര്യമംഗലത്ത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കുപ്പിക്കഴുത്ത് പോലെ കുറെ ഭാഗം കിടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അവര് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം, 1980 കേന്ദ്ര വന നിയമം വന്നത്. ആ കേന്ദ്ര വന നിയമം വന്നതിന് 5 വർഷത്തിനുള്ളിൽ എന്താവശ്യത്തിനാണോ ഭൂമി കൊടുത്തിട്ടുള്ള ആ ആവശ്യത്തിന് ആ ഭൂമി വിനിയോഗിച്ചില്ല എങ്കിൽ വനഭൂമി സ്റ്റാറ്റസിലേക്ക് തന്നെ പോകും എന്നാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാദഗതിയാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. ടാറ് കഴിഞ്ഞിട്ട് 1 മീറ്റർ പോലും PWDക്ക് ഇല്ല, മൊത്തം വനം വകുപ്പിനാണ് എന്നാണ് ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെ ഇടുക്കി സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ പ്രദേശത്ത് മരം മുറിക്കുന്നതിന് അനുമതി കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് റോഡിന്റെ വികസനത്തിന് ആവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മരം മുറിക്കൽ പ്രക്രിയ നടക്കുന്നത്. കാരണം നമുക്ക് സഞ്ചരിക്കുമ്പോൾ ആകെ കാണാം റോഡ് സൈഡിൽ ചെറുതും വലുതുമായ മരങ്ങൾ ഛേദിക്കപ്പെട്ട് കിടപ്പുണ്ട്. അത് ലിസ്റ്റ് ചെയ്ത് ഡെപ്യൂട്ടി കളക്ടർ കൊടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ റോഡിലേക്ക് മരം വീണ് ഒട്ടേറെ അപകടങ്ങൾ ഡെയിലി ഉണ്ടാവുന്നുണ്ട്, അടുത്ത കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അത് നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷണം നടത്തിയിട്ടാണ് മരങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മരങ്ങൾ ലിസ്റ്റ് ചെയ്ത് റേഞ്ച് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. അല്ല, അതിപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ പ്രക്രിയ നടക്കുന്നുണ്ടല്ലോ. അതായിരിക്കുമോ ഈ പരാതിക്കാരനെ കൊണ്ട് ഇത് ഇപ്പോൾ ഈ വളരെ വേഗത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇങ്ങനെ ചെയ്യിക്കാൻ കാരണം? പരാതി മുന്നേ കൊടുത്തതാണ്. ആ പരാതി ഇപ്പോൾ പെട്ടെന്ന് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് വനം വകുപ്പ് തന്നെ. ഇതിൻ്റെ അകത്ത് വനം വകുപ്പാണ് എന്ന് ഞങ്ങൾ സംശയിക്കാൻ കാര്യം എന്താണ്? വനം വകുപ്പിന്റെ മുൻ ഗവൺമെന്റ് പ്ലീഡർ സന്ദേശ് രാജാണ് ഈ ഹർജിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ. അത് ശരി. അപ്പോൾ ഈ വനം വകുപ്പ് മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കണോ അവര്? അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഒരു വിധിയുടെ പ്രത്യാഘാതം ഈ റോഡ് കൊണ്ട് മാത്രം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. 1895 മലയാറ്റൂർ ഇടിയറ റിസർവ് ദിവാൻ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 താലൂക്കുകളിൽ ഉൾപ്പെടുന്ന 2,52,800 ഏക്കർ സ്ഥലമാണ്. ചെറിയ ഏരിയ അല്ല. കുന്നത്തുനാട് താലൂക്ക്, തൊടുപുഴ താലൂക്ക്, മൂവാറ്റുപുഴ താലൂക്ക്, ഈ 3 താലൂക്കിൽ ഉൾപ്പെടുന്ന നമ്മളുടെ ഇവിടെയുള്ള മുതിരപ്പുഴയും പെരിയാറും സംഗമിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു 14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടം മുതൽ കോയമ്പത്തൂർ അടുത്ത് വരെയുള്ള പ്രദേശം കുന്നത്തുനാട് താലൂക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അങ്കമാലി, മഞ്ഞപ്ര, മലയാറ്റൂർ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ എനിക്ക് തോന്നുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇരിക്കുന്ന പ്രദേശം പോലും ഈ പറഞ്ഞ 2,52,800 ഏക്കർ അന്ന് പ്രഖ്യാപിച്ചത്. 395 സ്ക്വയർ മൈലാണ് അന്ന് പ്രഖ്യാപിച്ചേക്കുന്ന ഡോക്യുമെന്റിലുള്ളത്. അന്ന് മുതൽ അത് തുടരുന്നതാണ്. പിന്നീട് ഈ ഡീ റിസർവ് ചെയ്യപ്പെട്ട കുറെ ഏരിയ ഈ പറയുന്ന താലൂക്കുകളിൽ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും കാണും. കാരണം അടിമാലിയിൽ പഴയ സർവേ നമ്പർ അനുസരിച്ച് ABCD എന്നാണ് അന്ന് നമ്മളിപ്പോൾ ബ്ലോക്ക് 5, 6, 4 എന്നൊക്കെ പറയുന്നതിന് പകരം ബ്ലോക്ക് ABCD എന്നാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. അതിൽ ഉൾപ്പെട്ട 2,976 ഏക്കർ ഡീനോട്ടിഫൈ ചെയ്തതായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. 1935-ലും 36-ലുമായിട്ട്. അതായത് ഈ അടിമാലി പ്രദേശത്തേക്ക് എങ്ങനെയാണ് ജനവാസം വന്നത്? അന്ന് തിരുവിതാംകൂർ കൊച്ചിൻ MLC ആയിരുന്ന കോതമംഗലം സ്വദേശിയായ തരീത് കുഞ്ഞിത്തൊമ്മൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അന്നത്തെ നിയമസഭയിൽ, തിരുക്കൊച്ചി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ട് അന്ന് ഈ ഭക്ഷ്യക്ഷാമവും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തേക്ക് ആളുകളെ ഗ്രോ മോർ ഫുഡ് എന്ന പദ്ധതിയുടെ ഭാഗമായി കുടിയേറ്റുന്നതിനെ സംബന്ധിച്ച് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയം അവിടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ ഇത് മന്നാങ്കണ്ടം പഞ്ചായത്തും കുട്ടമംഗലം വില്ലേജുമാണ്. മന്നാങ്കണ്ടം പഞ്ചായത്ത് കുട്ടമംഗലം വില്ലേജാണെന്ന് നെല്ലിമറ്റോടത്തുള്ള ആ കുട്ടമംഗലം വില്ലേജിൻ്റെ ഭാഗമായ 3000 ഏക്കർ ഡീനോട്ടിഫൈ ചെയ്ത് ആളുകൾക്ക് കൊടുത്തു, ലേലം ചെയ്ത് കൊടുക്കുക ചെയ്ത്. അങ്ങനെയാണ് ഇവിടെ ജനവാസം ഉണ്ടായത്. അതിനുശേഷം കൃഷി ആവശ്യത്തിന് വേണ്ടി അതെ 35-ന് നേര്യമംഗലം പാലം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് അതിലൂടെ നിരവധിയായ നമ്മുടെ ഇങ്ങോട്ടുള്ള ആളുകൾ കുഞ്ചിത്തണ്ണി, മാങ്കുളം മുതൽ ഹൈറേഞ്ചിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വിവിധ നാട്ടുകളിൽ നിന്ന്, പാലായിൽ നിന്ന്, കോതമംഗലം സൈഡിൽ നിന്ന്, പെരുമ്പാവൂർ സൈഡിൽ നിന്ന്, തൊടുപുഴ സൈഡിൽ നിന്നെല്ലാം ആളുകൾ വന്ന് ഇവിടെ ജനവാസം ഉറപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഈ 2,52,800 ഏക്കറിൽ ഇപ്പോൾ ഇത്ര വ്യക്തമായി ഡീനോട്ടിഫൈ ചെയ്ത എത്ര ഏരിയ ഉണ്ട് എന്ന് ഇനിയും പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കോടതി വിധി പല രീതിയിലും വനംവകുപ്പ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം കോടതി വിധികൾ അനുസരിച്ച് ഇപ്പം മഹാരാഷ്ട്രയിലൊരു സംഭവം ഉണ്ടായി ഇതിനു മുമ്പ്. ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് വനമായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഡീനോട്ടിഫിക്കേഷൻ ചെയ്യാതെ കിടക്കുകയും ചെയ്ത ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പരിസ്ഥിതി സംഘടനകൾ പരാതി കൊടുത്ത ആ കേസ് സുപ്രീം കോടതിയിലായിരുന്നു. സുപ്രീം കോടതി വന്നപ്പം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇവിടെ കുടിയേറി ഇവിടെ താമസിക്കുന്നു, ഇത്ര ലക്ഷം ആളുകളുള്ള ടൗൺഷിപ്പ് ഉണ്ട് എന്നൊന്നും പറയുന്ന സുപ്രീം കോടതിയിൽ വാദം വിലപ്പെട്ടില്ല. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു, ഇത് വനപ്രദേശമാണ്, ഇത് ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല, ഇനി ഇത് ആളുകളെ ഇറക്കി വിടുന്നത് പ്രായോഗികമല്ല, പക്ഷേ ഇപ്പം നിലവിലുള്ള ആളുകൾ അവിടെ താമസിക്കട്ടെ, പുതിയതായി അവിടെ ആരും സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അത് കുറെ കൂടി പ്രായോഗികമാണ് ഇല്ലേ? അത് കുറെ കൂടി ജനങ്ങൾക്ക് ഒരു പരിധി വരെ സാമൂഹികമാണ്. അത്ര അതുപോലെയുള്ള പല അങ്ങനെ പറയുമ്പോൾ ഒരാൾ വർഷങ്ങളായി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ചിലപ്പോൾ ഒരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ അയാളുടെ ചിലപ്പോൾ ഭൂമി വിൽക്കേണ്ടി വരില്ലേ? അതൊക്കെ വരും. അത് ഇത്തരം വിധി വന്നാൽ അത് തടയപ്പെട്ടില്ലേ? അത്തരം ചില പ്രശ്നങ്ങൾ അയാളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കോടതി വിധി തീർച്ചയായിട്ടും ഞാൻ അടുത്ത കാലത്തൊക്കെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ ഒരു എക്സിക്യൂട്ടീവ് തലത്തിലേക്ക് കോടതി നീങ്ങുന്നുണ്ട്. ഈ ഭരണപരമായ ചില തീരുമാനങ്ങൾ ഭരണകർത്താക്കൾ എടുക്കേണ്ടതിന് പകരം ഇത്തരം കാര്യങ്ങൾ കോടതി ആണ് തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിമർശനമല്ല, നേരെ മറിച്ച് പലപ്പോഴും നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ അടുത്ത കാലത്ത്. ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഈ ആദ്യം ഉണ്ടായ ഹൈക്കോടതി വിധി 100 അടി വീതി PWDക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വിധിയിൽ അന്ന് റിട്ട് അപ്പീൽ സമർപ്പിച്ചിരുന്നു. ആ അപ്പീലും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണ് ഉണ്ടായത്. ഈ 2 കാര്യങ്ങളും സൂചിപ്പിക്കാതെയാണ് പുതിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്തത്. അത് തന്നെ ഒരു ഗുരുതരമായ തെറ്റാണ്. അല്ല, നിലവിൽ ഹൈക്കോടതി വിധി ശക്തമായി നിലനിൽക്കുകയല്ലേ ആയിരുന്നില്ലേ? ഇത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് 12 അടി പണിയുവാനുള്ള ഒരു അനുവാദം കോടതിയിൽ നിന്ന് കിട്ടിയിരുന്നതല്ലേ? 12 അടി വീതി പണിയാൻ കോടതിയിൽ നിന്നുള്ള അനുമതി കിട്ടിയിരുന്നത്. 100 അടി വീതി PWDക്ക് അവകാശപ്പെട്ടതാണ് കോടതി വിധി പറഞ്ഞത്. പിന്നെ ആരാണ് ഇത് 12 ആയിട്ട് നിജപ്പെടുത്തിയത്? 12 അടി എന്ന് പറയുന്നത് ഇപ്പൊ ഈ NHAI ഈ റോഡ് പണിയുന്നത് 12 അടിയല്ല, 12 മീറ്റർ. 12 മീറ്ററിലാണ് മൂന്നാർ മുതൽ പണിത് വരുന്നത് നേര്യമംഗലം വരെ. അപ്പം അതിൽ കൂടുതൽ ഇപ്പൊ തൽക്കാലം എടുത്ത് പണിയേണ്ടതില്ല എന്നൊരു ധാരണയിലാണ് 12 മീറ്ററിനാക്കിയത്. ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു പുരോഗതി നമുക്ക് അതിൽ സഞ്ചരിക്കുമ്പോൾ വിലയിരുത്താൻ കഴിയും. വളരെ വേഗത്തിലാണ് പലയിടങ്ങളിലും നിർമ്മാണങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇത് എല്ലാം നിർത്തിവെക്കണം എന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് മൂലം ഈ പല സ്ഥലങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്നതും ഇടിഞ്ഞു പോകാറായി കിടക്കുന്നതും പണി പാതിയായി കിടക്കുന്നതും ഒക്കെ വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കില്ലേ? വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കും. ഇപ്പം പണി നിന്നിട്ടുള്ളത് നേര്യമംഗലം മുതൽ വാളാറ വരെയുള്ള 14.5 കിലോമീറ്ററാണ്. നമുക്കറിയാം അവിടെ ഒട്ടേറെ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഒരു 6 മീറ്ററൊക്കെ വീതിയുള്ളൂ. വാലി സൈഡിൽ ഒരു 200 മുതൽ 300 വരെ അടി താഴ്ചയുള്ള കൊക്കകളുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ റോഡ് ഒരു 6 മീറ്റർ ഇട്ട് ആറിങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ പോലും സ്ഥലമില്ലാതെ കൊക്കയായി കിടക്കുക. അല്ല, ഈ ചില ഭാഗങ്ങളിൽ വൺ വേ പോലും ആക്കിയിട്ടുണ്ട്. അതെ, ചില ഭാഗങ്ങളിൽ അതീവ അപകടാവസ്ഥയിലാണ്. ഇനിയിപ്പം ഓഗസ്റ്റ് മുതൽ ഒരു ടൂറിസം സീസണും കൂടി ആരംഭിക്കുക. 100 കണക്കിന് വിദ്യാർത്ഥികളെയും ഒക്കെയായിട്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഒക്കെ ഈ മൂന്നാർ കാണാനായിട്ട് വരും. ഇവരുടെ എല്ലാം ജീവൻ അപകടത്തിലാണ്, വളരെ അപകടാവസ്ഥയിലെ ഈ റോഡ് നിൽക്കുന്നത്. ഇതിനൊക്കെ ആരും ഉത്തരവാദിത്തം? നിലവിലുള്ള സംവിധാനം പോലും നഷ്ടപ്പെടുന്നു എന്നാ ഇതുകൊണ്ട്. അതായത് നിലവിലുണ്ടായിരുന്ന റോഡ് അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ വാഹനങ്ങൾ പിന്നെ സഞ്ചരിക്കായിരുന്നു.
തീർച്ചയായിട്ടും. ഇതിപ്പോ JCB മാന്തിയും അതുപോലെ തന്നെ മരം വെട്ടിയും ഒക്കെ ആയിട്ട് വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ് സ്ഥലങ്ങൾ. പിന്നെ ഈ കോടതി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. റോഡ് നിർമ്മാണം നടക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഈ പൈസ മുടക്കി ഈ റോഡ് നവീകരിക്കുന്ന, ഈ റോഡ് നവീകരിക്കുന്ന ഉള്ള റോഡിൽ ചെറിയ മെയിൻ്റനൻസ് നടത്തിയാണ് നവീകരിക്കുന്നത്. ഇപ്പം ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഉള്ളൂ, രാജ്യത്ത് പല സംസ്ഥാനങ്ങളുണ്ട്. ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെയുള്ള വലിയ ഹിൽ സ്റ്റേഷനുള്ള നമ്മളെക്കാൾ അപകടകരമായ പിന്നെ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അപകടകരമായ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് റോളി ടെറൈൻ എന്നാണ് ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് ഗവൺമെന്റ് പേര് കൊടുത്തത്, സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെ റോഡ് പണിയണം എന്ന് സെൻട്രൽ ഗവൺമെന്റ് വലിയ ചർച്ചകൾ വർഷങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഒട്ടേറെ നോംസ് അത് സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നോംസ് അനുസരിച്ചാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ആ നോംസ് അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു റോഡ് പണിയുന്നത്. അപ്പം ജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം. കാരണം കട്ടിംഗ് സൈഡിൽ നല്ല സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നു. മണ്ണും മോളിൽ നിന്ന് ഇടിഞ്ഞു വന്ന് റോഡിലേക്ക് വീഴാതെയും അതിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും നടന്നു പോകുന്ന യാത്രക്കാർക്കൊന്നും മഴക്കാലത്ത് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിംഗ് സൈഡിൽ വലിയ റിട്ടേണിംഗ് വാൾ ചെയ്യുന്നത്. അതുപോലെ വാലി സൈഡിലും നല്ല താഴ്ചയിൽ നിന്ന് തന്നെ നല്ല ഫൗണ്ടേഷനോട് കൂടി സുരക്ഷിതമായ സംരക്ഷണ ഭിത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല മനോഹരമായ എന്ന് പറഞ്ഞാൽ വളരെ ബലവത്തായ സംരക്ഷണ സൈഡിലും ചെയ്യുന്നുണ്ട്. വാലി സൈഡിലും കട്ടിംഗ് സൈഡിലും ബലവത്തായ സംരക്ഷണ ഭിത്തികൾ ചെയ്ത്, അത് പ്രാദേശികമായി ആരെങ്കിലും തീരുമാനിച്ച കാര്യമല്ല. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ്, ഇത്തരം ഒട്ടേറെ ചർച്ചകളും പഠനങ്ങളും നടത്തിയതിനു ശേഷമാണ് ഇതുപോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന മേഖലകളിൽ എങ്ങനെ റോഡ് നിർമ്മിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ റോഡ് പണിയുന്നത്. എന്നിട്ടും പരാതിക്കാരനും ഈ ജയചന്ദ്രനെ പോലെ മറ്റ് പരിസ്ഥിതി സംഘടനകളും പറയുന്നത് ഇത് വളരെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന്. അല്ല, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അതെ, അത് LDF UDF. LDF അടിമാലി പഞ്ചായത്തിലും UDF 2 പഞ്ചായത്തിൽ അഡീഷണൽ ആയിട്ടും കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട്. അടിമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹനം തടയുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. സത്യത്തിൽ അത് ആവശ്യവുമാണ്. ഇത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം റോഡ് നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിൽ നടക്കണമെന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം. ഈ ഒരു ഹർത്താൽ കൊണ്ട് ഇത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം സമരങ്ങൾ, ഇന്നലെ ഉണ്ടായ ഹൈക്കോടതി വിധി ഉണ്ടായതിൽ ഗവൺമെന്റിന്റെ അഫിഡേവിറ്റ് കൊണ്ടാണ് അങ്ങനെ ഒരു വിധി ഉണ്ടായതെന്ന് ഉള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് വിവിധ സംഘടനകൾ ഇന്നലെ മർച്ചന്റ് അസോസിയേഷൻ്റെ ഓഫീസിൽ ഈ 10:15 വിധി ഉണ്ടാവുകയും 3 മണിക്ക് യോഗം ചേരുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വിവിധ സംഘടനകൾ യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പം ഇവിടെ ഹർത്താലും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഒരാൾ ഒരു റിവ്യൂ പെറ്റീഷനായിട്ട് പോയിട്ട് കാര്യമില്ല. റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് കൊടുക്കാൻ തീർച്ചയായും അവകാശമുണ്ട്. മറ്റൊരാൾ ഈ റിവ്യൂ പെറ്റീഷനായിട്ട് പോയാൽ ആ റിവ്യൂ പെറ്റീഷൻ എടുക്കില്ല കോടതി, സ്വാഭാവികമായിട്ടും. കാരണം ഈ വനം വകുപ്പ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് MN ജയചന്ദ്രൻ ഒരു കേസ് കൊടുത്തത്. വനം വകുപ്പ് ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടക്കുന്നു, വനം വകുപ്പ് അത് തടയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കേസ്. വനം വകുപ്പ് അത് അവരുടെ ഭൂമിയാണെന്ന് അംഗീകരിച്ചതോടുകൂടി വാദിയും പ്രതിയും ഒന്നായ സ്ഥിതിക്ക് പോയിട്ട് കാര്യമില്ല. കോടതിക്ക് മറ്റൊരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് ആണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് സ്റ്റേറ്റിലും സെൻട്രലിലും ഭരിക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റുകളുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ ആകർഷിക്കാനും ഇത്തരം നടപടികൾ തിരുത്തുന്നതിനും ഈ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരങ്ങൾ പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1964 ചട്ടഭേദഗതി വന്ന് അതിന്റെ ഗുണവശങ്ങൾ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇടുത്തി. അതെ, ഈ നമുക്കറിയാം, ഇപ്പം ഇടുക്കി ജില്ലയിൽ ഒട്ടേറെ ഏതാണ്ട് 18,000 ഏക്കർ സ്ഥലത്തോളം ഈ 10 വർഷം കൊണ്ട് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അല്ലെ, ഇതിന്റെയൊക്കെ പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എത്രയോ കാലങ്ങളായി ചർച്ച അതെ, ചെയ്യുന്നു. അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വളരെ പതുക്കെ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഇവിടെ ഇടുക്കിയെ മുഴുവൻ തന്നെ ഏതാണ്ട് വനമാക്കി മാറ്റണം എന്ന ഒരു ചിന്ത ആരുടെയൊക്കെയോ മനസ്സിലുണ്ട് അല്ലേ? ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ 54% ഫോറസ്റ്റ് ആണ്. ബാക്കി ചെറിയ സ്ഥലത്താ ജനങ്ങൾ ജീവിക്കുന്നുള്ളൂ. ഏതാണ്ട് 75-80% ട്രീ കവറുള്ള, ഏറ്റവും അധികം ട്രീ കവറുള്ള കേരളത്തിലെ ഒരു സംസ്ഥാനമാണ്, സോറി, ജില്ലയാണ്. ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ടാണ് എന്നാൽ അതൊരു പൂർണ്ണ അവസ്ഥയിലേക്ക് തന്നെ വനമായി മാറട്ടെ എന്ന് ആരുടെയൊക്കെയോ താല്പര്യങ്ങളുണ്ട് അതെ. എന്നാണ് ഇപ്പൊ നമ്മൾ ഇനിയും കണക്കാക്കുന്നത്. ജനങ്ങളെ എത്രമാത്രം ദ്രോഹിക്കാമെന്ന് ആരൊക്കെയോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. അല്ല, ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ടെങ്കിലും നിലനിർത്തണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ലായിരിക്കുമോ? ടൂറിസ്റ്റ് ഏരിയ ഈ ഇടയ്ക്ക് നമ്മുടെ ടൂറിസം മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഒട്ടേറെ പദ്ധതികൾ മൂന്നാറിൽ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു. ഈ നല്ലൊരു യാത്രാ സൗകര്യം ഇല്ലാതെ ഇങ്ങോട്ട് എത്രമാത്രം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയും? അല്ല, ആദ്യം വേണ്ടത് യാത്രാ സൗകര്യമാണല്ലോ. ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യം യാത്രാ സൗകര്യം തന്നെയാണ്. ഇത് ചെറിയ തുകയല്ല. ഇപ്പോൾ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള 65 കിലോമീറ്റർ ഈ റോഡ് നവീകരിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്ത തുക 650 കോടി രൂപയാണ്. മൊത്തം 1250 കോടി രൂപയാണ് ഈ വർക്ക്, മൂന്നാർ മുതൽ കൊച്ചി വരെ. വർക്ക് നടക്കണ്ടാൽ അതിൽ തീരില്ല എന്ന് തോന്നുന്നു. അതിനേക്കാൾ വലിയ ഇതിലേക്കാണ്, അത്രമാത്രം വലിയ വർക്കാണല്ലോ നടക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ അടിമാലി മുതൽ മൂന്നാർ വരെ ഉള്ള പ്രദേശം വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ച് തന്നെയാണ് പണി നടക്കുന്നത്. വലിയ വാലി സൈഡിലാണ്ട് 50-100 അടി താഴ്ചയുള്ള കട്ടിങ്ങളുള്ള സ്ഥലമാണ്. ആ കുറച്ച് ദൂരം മാത്രമാണ്, വാളറ മുതൽ അടിമാലി വരെയുള്ള ദൂരം മാത്രമാണ് കുറച്ചെങ്കിലും സേഫായി യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്ഥലമുള്ളൂ. ബാക്കി മുഴുവൻ പ്രദേശവും വളരെ ദുർഘടാവസ്ഥയിലായിരുന്നു. എന്താണ് അതിജീവന പോരാട്ട വേദിയുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ ഈ ഹർത്താൽ സമാപിക്കുന്ന സമയത്ത്? ഇനിയും തുടർന്ന് നമ്മൾ തിങ്കളാഴ്ച മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലും ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലൊക്കെ തിങ്കളാഴ്ച ഒരു മീറ്റിങ്ങോടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. തുടർന്നും ശക്തമായി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഈ റോഡ് ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്നൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മുഴുവൻ ജനങ്ങളുടെയും ഈ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ഒട്ടേറെ ആളുകളുടെ പ്രതികരണം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട, അത് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഇന്ന് പത്രങ്ങളെക്കാളും TV-യേക്കാളും ഒക്കെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ ജനങ്ങൾ ആ കാര്യത്തിൽ വളരെ ആശങ്കയാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങ് സൂചിപ്പിച്ച ഈ 14 കിലോമീറ്റർ ഉണ്ടല്ലോ, ആ 14 കിലോമീറ്ററിന്റെ പണി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മറ്റെല്ലാ മേഖലയിലും പണി തുടങ്ങുകയും വളരെ വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്ത് പണി ആരംഭിക്കുന്നതിന് വേണ്ടി എത്രയോ സമരങ്ങൾ വേണ്ടി വന്നു. അതെ, ഇല്ല, എത്രയോ സമ്മർദ്ദങ്ങൾ വേണ്ടി വന്നു. എത്രയോ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നിങ്ങളെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകർ പാഞ്ഞു നടന്നു, അല്ലെങ്കിൽ കരഞ്ഞു നടന്നു. അതിനുശേഷമാണ് അനുമതി കിട്ടി. അത് ഏതാണ്ട് പാതി വഴി എന്ന് പോലും പറയാൻ പാടില്ല, തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. പലതും അപകടകരമായി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ നിർമ്മാണ അനുമതി ലഭിച്ച ഇടമെങ്കിലും മറ്റ് സ്ഥലങ്ങളോടൊപ്പം പണി തീരണമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. അതിജീവന പോരാട്ട വേദിയും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവസാനമായി, സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും ആശുപത്രി സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഒരു ദിവസം 15 മുതൽ 20 വരെ ആംബുലൻസുകൾ ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, രാജാക്കാടെന്നും മറയൂരെന്നും മൂന്നാറിന്നും എന്ന് വേണ്ട, നമ്മുടെ ദേവികുളം താലൂക്ക്, ഉടുമ്പൻചോല താലൂക്ക്, അതുപോലെ ഇടുക്കി താലൂക്ക്, കൊന്നത്തടി പോലെയുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശത്തു നിന്നെല്ലാം 15 മുതൽ 20 വരെ ആംബുലൻസുകൾ ദിവസേന രോഗികളുമായി തൊടുപുഴ ആശുപത്രിയിലേക്കും എറണാകുളത്തേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും എല്ലാം പോകുന്ന ഒരു വഴിയാണ്. പലപ്പോഴും ഈ രോഗികളായി പോകുന്ന ആംബുലൻസുകൾ ഒരു 6 മീറ്ററും 5 മീറ്ററും വീതിയുള്ള ഏതൊരു ഗ്രാമീണ റോഡിന്റെ വീതി ഇല്ലാത്ത പല ഭാഗങ്ങളും നേര്യമംഗലം വാളറ വരെ ദേശീയപാതയിലുണ്ട്. അവിടെയെല്ലാം 10ഉം 15ഉം അരമണിക്കൂറും ബ്ലോക്കിൽപ്പെട്ട് രോഗികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ മരം വീണും നിരവധി ആളുകൾ മരണപ്പെട്ടു. ഇത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡൊക്കെ നന്നായി പണിയുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഇത്തരം ഫണ്ട് അനുവദിക്കുകയും ഈ റോഡിന്റെ പണി ചെയ്യുകയും ചെയ്യുന്നത്. ഇത്
പാതി വഴിയിൽ തടസ്സപ്പെടുന്നത് വളരെ സങ്കടകരമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയം, മതം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും സമരപരിപാടികൾ ആഹ്വാനം ചെയ്യുമ്പോൾ അത് ഏത് സംഘടനയാണ് നടത്തിയത്, ഏത് മതസംഘടനയാണ്, ഏത് രാഷ്ട്രീയ സംഘടനയാണ് നടത്തിയത് എന്ന് ചിന്തിക്കാതെ ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദിയുണ്ട് സാർ. പറയാൻ ധാരാളമായി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ നിർണായക സമയത്ത് തന്നെ സ്റ്റുഡിയോയിലെത്തുകയും വളരെ ഗൗരവമായ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് സംവദിക്കുകയും ചെയ്തതിന് മീഡിയ നെറ്റിൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ചർച്ച അവസാനിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരോട് ഒന്നേ പറയാനുള്ളൂ. ഹൈറേഞ്ചിൽ താമസിക്കുന്നവർ മനുഷ്യരാണ്. അവർക്ക് മനുഷ്യ സഹജമായ വികാരങ്ങളുള്ളവരാണ്. അവർക്ക് സാധാരണയുള്ളതുപോലെ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ ബഹുമാനിച്ച് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുന്ന ആളുകളാണ്. അവരോട് എന്തിനാണ് ഈ അവഗണന? സമയാസമയങ്ങളിൽ ചില നിഷ്ഠൂര നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിയമാനുസൃതം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്ത ഒരു ജനവിഭാഗത്തിൻ്റെ പിൻതലമുറക്കാർ ഇപ്പോഴും വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ, ആശുപത്രികളില്ലാതെ, വേണ്ടത്ര വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാതെ, വേണ്ടത്ര വാസ സൗകര്യങ്ങളില്ലാതെ, ആ ദൈനംദിന ജീവിതം തള്ളി നീക്കാനാവാതെ, രണ്ടറ്റവും ജീവിതത്തിൻ്റെ കൂട്ടിമുട്ടിക്കാനാവാതെ കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ മേലാണ് ഈ കുതിര കയറ്റം. നന്ദി, നമസ്കാരം.